ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് SS രത്തൻ്റെ ടെക്സ്റ്റാണ്. തിയറി ഓഫ് മെഷീൻസ് എന്നാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ പേര്. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന ടോപ്പിക്സ് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഗ്രാഫിക്കലി ആൻഡ് അനലറ്റിക്കലി എന്ത് ചെയ്യാൻ ഈ ഒരു ഫോഴ്സ്, അതായത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അത്രയോ വരുന്നുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ വരുന്നത് വെക്ടർ അപ്രോച്ച് അല്ലെങ്കിൽ വെക്ടർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ആകെ വരുന്നത്. പിന്നെ വരുന്നത് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പറയാം. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിനകത്ത് വരുന്നത് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്. സോ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ്. പിന്നെ വരുന്നത് സ്റ്റാറ്റിക് എക്വിലിബ്രിയം. സോ അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് കേസസ്. അപ്പോൾ ഒരു അത് 2 ഫോഴ്സ് മെമ്പർ, 3 force member, then 2 force member with torque, then 4 force member. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം, പിന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ദെൻ മെത്തേഡ് ഓഫ് വിർച്വൽ വർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് നോക്കാം. So in all type of machinery, force are transmitted from one component to other, such as from belt to pulley, from a brake drum to a brake shoe, from a gear to shaft. അപ്പോൾ നമ്മളൊരു മെഷീനറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിൽ എന്തായിരിക്കും, ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മുൻപ് തിയറി ഓഫ് മെഷീൻസിൻ്റെ മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മെഷീൻ മെക്കാനിസം എന്താണെന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. പിന്നെ വരുന്നത് വെലോസിറ്റി അനാലിസിസ്, ആക്സിലറേഷൻ അനാലിസിസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഫോഴ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിൽ തന്നെ ഇനി സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്, ദെൻ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ വൈബ്രേഷൻ അനാലിസിസ് ഒക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ ഒരു മെഷീനിൽ എന്തായിരിക്കും ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിൽ എങ്ങനെയൊക്കെയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബെൽറ്റ് പുള്ളി വരുന്നുണ്ട്, പിന്നെ വരുന്നത് ബ്രേക്ക് ഡ്രം ടു ബ്രേക്ക് ഷൂ, ദെൻ ഗിയർ ടു ഷാഫ്റ്റ്. ഇതേപോലെ തന്നെ എന്തായിരിക്കും ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിൽ ഫോഴ്സ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടായിരിക്കും. സോ ഇൻ ഡിസൈൻ എ മെഷീൻ mechanism, it is necessary to know the magnitude as well as direction of force transmitted from the input to output. സോ എന്താണ്, ഇപ്പോൾ നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. ഇപ്പോൾ മെഷീൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. സോ അപ്പോൾ നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദെൻ അതിൻ്റെ ഡയറക്ഷൻ. സോ ഇപ്പോൾ എത്ര ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം, ഇത് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ദ അനാലിസിസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻ സെലക്ടിങ് പ്രോപ്പർ സൈസ് ഓഫ് മെഷീൻ കമ്പോണൻസ് ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദം. സോ ഇപ്പോൾ നമ്മളെന്താണ് ഡിഫറൻസ് സിന്തസിസ് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ ഉള്ളത്, ടൈപ്പ് സിന്തസിസ്, നമ്പർ സിന്തസിസ്, വരുന്നത് ഡയമെൻഷണൽ സിന്തസിസ്. അപ്പോൾ എന്ത് കമ്പോണൻറ്റ് ചൂസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ടൈപ്പ് സിന്തസിസ്, ദെൻ നമ്പർ സിന്തസിസ് വരുന്നത്. ഇപ്പോൾ ഡയമെൻഷണൽ സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സ്കെൽറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെക്കാനിസത്തിൻ്റെ സ്കെൽറ്റിനകത്ത് ഓരോ കമ്പോണൻസിനും അല്ലെങ്കിൽ ഓരോ ലിങ്കിനും എത്ര ഡയമെൻഷൻ, അതായത് ലെങ്ത് വേണമെന്നുള്ളത്. പിന്നെ വരുന്നത് എന്തായിരുന്നു, നമ്പർ സിന്തസിസ്. സോ ഇപ്പോൾ നമ്പർ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷൻ അനുസരിച്ച് എന്ത് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ് വരുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ ആവാം, ദെൻ പിന്നെ ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള മെക്കാനിസം ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മുൻപ് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇനി വരുന്നത് ഇഫ് പ്രോപ്പർ സൈസ് ഇസ് നോട്ട്, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അനാലിസിസ് ഹെൽപ്പ് ടു സെലക്ട് ദി കോമ്പണൻസ് പ്രോപ്പർ സൈസ് ഓഫ് ദി മെഷീൻ കോമ്പണൻസ് ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദം. സോ ഇപ്പോൾ ഒരു മെഷീനകത്ത് എന്ത് ചെയ്യണം, ഇപ്പോൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്തായിരിക്കും, ഡിഫറെൻറ്റ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായി. സോ അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ആ സൈസിലുള്ള കമ്പോണൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ അങ്ങനെയല്ല, അതായത് if proper size is not selected, the component may fail during machine operation. ഇപ്പോൾ
പ്രോപ്പർ സൈസുള്ള മെഷീൻ കമ്പോണൻ്റ് അല്ല ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഓപ്പറേഷൻ ടൈമിൽ എന്ത് ചെയ്യുക അത് ഫെയിലായി പോകും. ദെൻ ഇഫ് ദ മെമ്പർ ആർ ഡിസൈൻ ടു ഹാവ് മോർ സ്ട്രെങ്ത് ദാൻ റിക്വയർഡ്, അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് അതിനേക്കാളും കൂടുതൽ എന്താണ് സ്ട്രെങ്ത്തിലാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും the machine may not able to compete with others due to more cost, weight, etc. എന്തായിരിക്കും അത് കോസ്റ്റ് അതുപോലെ വെയിറ്റ് സൈസ് ഇതെല്ലാം എന്തായിരിക്കും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈ സ്ട്രെങ്ത് ഉള്ള കമ്പോണൻ്റ് ആണ് ചൂസ് ചെയ്യുന്നത്, ദെൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മറ്റ് മെഷീൻസായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. If the components of a machine accelerate, inertia forces are produced due to their masses. However, if the magnitude of these forces are small compared to externally applied load, they can be neglected while analyzing the mechanism. So, ഇപ്പോൾ എന്താണ് ഒരു മെഷീൻ കമ്പോണൻറ്റിനകത്ത് എന്തായിരിക്കും ആക്സലറേറ്റിംഗ് മാസസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഇനേഷ്യ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു ഇനേഷ്യ ഫോഴ്സ് എന്താണ് നമുക്ക് ഈ ഒരു അനാലിസിസിനകത്ത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ഫോഴ്സ് ആർ സ്മോൾ കമ്പയർഡ് ടു ദി എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ്. ഇപ്പോൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാളും എന്താണ് ഈ ഒരു ഇനേഷ്യ ഫോഴ്സ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അനാലിസിസിനകത്ത് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ സച്ച് എ അനാലിസിസ് നോൺ ആസ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. സോ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് ഫോഴ്സ് അനാലിസിസിനകത്ത് അല്ലെങ്കിൽ ഫോഴ്സ് അനാലിസിസ് വരുന്നത്. ഇപ്പോൾ ഇതിൽ മെയിൻലി സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്താണ്, ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് തന്നെ വേറൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിനകത്ത് നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു ലിങ്കിൻ്റെ അതായത് മെമ്പേഴ്സിൻ്റെ മാസം കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ് നമ്മൾ മാസ് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സിനേക്കാളും സ്മോൾ ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന ഇനേഷ്യ ഫോഴ്സ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്മോൾ ആയതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഫോഴ്സ് അനാലിസിസ് ആണ് എന്ത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് തിയറി കാര്യങ്ങളൊന്നും ഇതില്ല പഠിക്കാനില്ല. സോ ഇപ്പോൾ തിയറി ആയിട്ട് വരുന്ന അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിന്. ഇൻ ലിഫ്റ്റിംഗ് ക്രെയിൻസ്, then bucket load and a static weight load may be quite high relative to any dynamic. Then loads accelerating masses and the static force analysis is justified. So ഇപ്പോൾ ഈ രണ്ട് കേസ്, അതായത് ഇപ്പോൾ ക്രെയിൻ ലിഫ്റ്റ് ചെയ്യുന്നത്, then bucket load and static weight load may be quite high relative to any dynamic load due to accelerate mass. അപ്പോൾ ഈ രണ്ട് കേസിൽ എന്താണ് ആക്സിലറേറ്റിംഗ് മാസിനേക്കാളും കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന സ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെയിറ്റ്. Then when the inertia effect due to mass of the component is also considered, it is called dynamic force analysis, which will be dealt in the next chapter. So ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഇനേഷ്യ ഇഫക്റ്റ് കൊണ്ടുള്ള എന്തായിരിക്കും മാസ് കാരണമുള്ള ഇനേഷ്യ ഇഫക്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ആണ് പറയുന്നത്. സോ ഇപ്പോൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിനകത്ത് ജസ്റ്റ് എന്താണ് നമ്മളൊരു സ്കെലിറ്റൽ ഡയഗ്രം കൺസിഡർ ചെയ്യുക. നമ്മൾ വെലോസിറ്റി അനാലിസിസിന് ചെയ്ത പോലെ തന്നെ ഒരു സ്കെലിറ്റൽ ഡയഗ്രം കൺസിഡർ ചെയ്യുക. ദെൻ അതിൻ്റെ എന്താണ് ലെങ്ത്ത്, ഇപ്പോൾ ടോർക്കിനൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് നമുക്ക് ആവശ്യം വരും. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നുള്ളൂ. ദെൻ ഇനി നമുക്ക് എന്ത് വരുന്നത് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ അതിൽ കൺസ്ട്രെയിൻ ഫോഴ്സ് ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇപ്പോൾ സ്റ്റാറ്റിക് ഫോഴ്സ് എന്താ, ഡൈനാമിക് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കുന്ന പോലെ തന്നെ കൺസ്ട്രെയിൻ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് എന്തായിരിക്കും, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. സോ ഇപ്പോൾ അതിൽ എ പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് വിച്ച് കൺസ്ട്രെയിൻ ടു കണക്റ്റഡ് ബോഡീസ് ടു behave in a particular manner depending upon nature of connection are known as constrained force, where force acting from outside on a system of bodies are called applied force. So ഇപ്പോൾ ഒരു ബോഡിക്കകത്ത് എന്താണ്
എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സോ ഇപ്പോൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സിൻ്റെ അക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? പെയറായിട്ടായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കണക്ഷൻസ് പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്. സോ ഇപ്പോൾ അതിൽ ആ ഒരു കണക്ഷൻ അനുസരിച്ച് എന്തായിരിക്കും? അപ്പോൾ ആ ഒരു കണക്ഷൻ അനുസരിച്ച് കണക്റ്റഡ് ബോഡീസിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാനറിൽ ബിഹേവ് ചെയ്യുന്ന ഇപ്പോൾ കൺസ്ട്രെയിൻ ചെയ്യുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. ദെൻ constraint force as a constraint force at a mechanical contact in occur in pairs. They have no net force effect on system. So അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കൺസ്ട്രെയിൻ ഫോഴ്സ് ഒരു മെക്കാനിക്കൽ കോണ്ടാക്റ്റിൽ എങ്ങനെയായിരിക്കും? പെയറായിട്ടൊരു കുറയുന്നുണ്ടാവും. അതായത് ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആക്ഷനോ റിയാക്ഷനോ ഉണ്ടായിരിക്കും. ദെൻ അവർക്ക് എന്തായിരിക്കും? നെറ്റ് എഫക്റ്റ് 0 ആയിരിക്കും. However, for individual body isolated from system, only one of each pair of constraint force has to be considered. ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ്, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ബോഡി എടുക്കുക. അതിനകത്താണെങ്കിൽ ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഓഫ് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഹാസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഓരോ പെയറിൽ നിന്ന് എന്താണ് ഒരു ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ദെൻ അടുത്തത് അപ്ലൈഡ് ഫോഴ്സസ്. യൂഷ്വലി ദീസ് ഫോഴ്സ് ആർ applied through direct or mechanical contact. However, force like electric, magnetic, gravitational are applied without physical contact. So ഈ ഒരു അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ് ആണ്. സോ അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് മെക്കാനിക്കൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ദെനിപ്പോൾ അതിൽ ഇപ്പോൾ ഇലക്ട്രിക്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്യാം. സോ അപ്പോൾ കൺസ്ട്രെയിൻ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് എന്താണെന്ന് നോക്കണം. ദെൻ സ്റ്റാറ്റിക് ഫോഴ്സ്, ദെൻ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതെന്താണ്? ദെൻ അടുത്തത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. So a body in static equilibrium, if it remains in a state of rest or motion. If a body is at rest, it tends to remain at rest, and if it in motion, it tends to keep the motion. In static equilibrium, the vector sum of all force acting on a body is 0, and the vector sum of all moments about any arbitrary point is 0. ഇപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലുള്ള ബോഡി എന്തായിരിക്കും? അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ, അതേപോലെ തന്നെ ഇൻ മോഷൻ ആണെങ്കിൽ ആ മോഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്തായിരിക്കും അതിൻ്റെ ടെൻഡൻസി? സോ ഇപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്തായിരിക്കും? ഒരു ബോഡിയിലുള്ള ഫോഴ്സസിൻ്റെ വെക്ടർ സമ്മ് 0 ആയിരിക്കും. തന്നെ അതേപോലെ തന്നെ അറ്റ് എനി അബൌട്ട് എനി പോയിൻറ്റ് മൊമെൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ വെക്ടർ സം ഓഫ് ഓൾ മൊമെൻ്റ് അബൌട്ട് എനി ആർബിട്രറി പോയിൻ്റ് 0. സോ ഇപ്പോൾ ഇത് നമ്മൾ എഞ്ചിനീയർ മെക്കാനിക്സിനകത്ത് ചെയ്യുന്നതാണ്. സോ മാത്തമാറ്റിക്കലി സം ഓഫ് ഫോഴ്സ് is equal to 0, then sum of torque equal to 0. Then in a planar system, force can be described by two-dimensional vectors, and therefore സോ ഇപ്പോൾ നമുക്കൊരു പ്ലെയിനർ മെക്കാനിസത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഫോഴ്സസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ എവിടെ അങ്ങനെയായിരിക്കും? എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് 0 ആയിരിക്കും, വൈ ഡയറക്ഷനിലെ ഫോഴ്സ് 0 ആയിരിക്കും. ദെൻ സം ഓഫ് മൊമെൻ്റ് ഒക്കെ എബൌട്ട് എനി പോയിൻ്റ് അത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ അടുത്തത് ഇപ്പോൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മൊമെൻ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ ഏത് സെഡ് ആക്സിസിന് അബൌട്ട് ആയിരിക്കും. സോ ഈ സെഡ് ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നത്? മൊമെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ അതും 0 ആയിരിക്കും. ദെൻ അതിൻ്റെ വെക്ടർ സമ്മ് 0 ആയിരിക്കും. സോ അപ്പോൾ ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത്രേ പറയുന്നുള്ളതിനകത്ത്. അടുത്തത് ഇക്വിലിബ്രിയം ഓഫ് 2 and 3 ഫോഴ്സ് മെമ്പർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 2 ഫോഴ്സ് മെമ്പർ കൺസിഡർ ചെയ്യാം. ദെൻ
സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു ഫിഗർ 12.1 ആണ് എന്ത് ചെയ്യുന്നത് ടു ഫോഴ്സ് മെമ്പർ. സോ ഇപ്പോൾ ഈ ഒരു മെമ്പറിനകത്ത് എന്താണ് F1 ഫോഴ്സ് അറ്റ് പോയിന്റ് എയും F2 ഫോഴ്സ് അറ്റ് പോയിന്റ് ബിയും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് ഇറ്റ് എ മെമ്പർ അണ്ടർ ദ ആക്ഷൻ ഓഫ് ടു ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ്. സോ ഇപ്പോൾ ഈ ഒരു മെമ്പർ, അതായത് എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു മെമ്പറിനകത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അത് ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? സോ ഇപ്പോൾ ഇതിൽ ഇവർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഈ ഒരു മെമ്പർ എ ബി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ദ ഫോഴ്സസ് ആർ ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്. സോ ഇപ്പോൾ എന്തായിരിക്കണം? F1 F2 എന്താണ് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. ദെൻ ഫോഴ്സ് ആക്ട് അലോങ് ദ സെയിം ലൈൻ. സോ ഇപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദെൻ ഫോഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഒരു ടു ഫോഴ്സ് മെമ്പറിൽ ഇക്വിലിബ്രിയത്തിനുള്ള കണ്ടീഷൻ. സോ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ടു ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയത്തിന് വേണ്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം, ദെൻ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. ഇത്രേ വരുന്നുള്ളൂ. ദെൻ എ മെമ്പർ അണ്ടർ ആക്ഷൻ ഓഫ് ത്രീ ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ്. അടുത്തത്, സോ അടുത്ത കേസ് വരുന്നത് ഇത് നമ്മൾ ഓൾറെഡി മറ്റേ ലാമിസ് തിയറത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അത് വരുന്നില്ല. സോ ഇപ്പോൾ ഒരു ത്രീ ഫോഴ്സ് മെമ്പറാണെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ഒരു ബോഡി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗർ 12.2 ഇതിൽ ഈ ഒരു ബോഡി കൺസിഡർ ചെയ്ത് നിങ്ങൾ. അപ്പോൾ ഇതിലെന്താണ്? എയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബിയിലൊരു ഫോഴ്സ് F2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എയിൽ ആക്ട് ചെയ്യുന്ന F1 ഫോഴ്സാണ്, ഈ സിയിൽ ആക്ട് ചെയ്യുന്നത് F3 ഫോഴ്സാണ്. സോ ഇപ്പോൾ ഇതിലെന്താണ് മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ത്രീ ഫോഴ്സ് മെമ്പർ എന്ന് വിളിക്കാം. സോ ഇഫ് ഇറ്റ് ഈസ് ഇൻ ടു ബി, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് സീറോ. സോ ഇപ്പോൾ എന്താണ് ഈ ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റ് സീറോ ആവണം. ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സസ് ഇൻ്റർസെക്ട് അറ്റ് എ പോയിന്റ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺകറൻസി ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ ഇത്രേ പറയുന്നത് ഈ രണ്ട് കണ്ടീഷനാണ് വരുന്നത് ഇതിൽ. സോ അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് F1 F2 F3 ത്രീ ഫോഴ്സസ് F1 F2 F3 ആൻഡ് is in equilibrium as a line of action of force intersect at one point O and resultant is zero. സോ അപ്പോൾ എന്താണ് ഈ മൂന്ന് ഫോഴ്സസ് എന്താണ്? O എന്ന് പറയുന്നത്, അതായത് പോയിന്റ് ഓഫ് കോൺകറൻസി ഉണ്ടാവണം, അതായത് O എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു O എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് അവരുടെ വെക്ടർ സം എന്താണ് സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു ത്രീ ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന്. സോ ദിസ് ഈസ് വെരിഫൈഡ് ബൈ ആഡിങ് ദ ഫോഴ്സസ് വെക്ടോറിയലി as a head of last vector F3 meet the tail of first vector F1, the resultant is 0. സോ അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഫോഴ്സ് പോളിഗൺ അല്ലെങ്കിൽ എന്താ പറയുക ഫോഴ്സ് പോളിഗൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ത്രീ ഫോഴ്സ് മെമ്പേഴ്സ്, അതായത് ഈ ഫോഴ്സസിനെ ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ആ വെക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോളിഗൺ ഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു പോളിഗണിൻ്റെ എന്താണ് ക്ലോസ്ഡ് പോളിഗൺ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇതിൽ F3 എന്ന് പറയുന്നതിൻ്റെ ഹെഡ് F1ൻ്റെ ടെയിലിൽ ടച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ റിസൾട്ടൻ്റ് സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് പോളിഗൺ ആണ്. സോ ഇപ്പോൾ F3യുടെ ടൈൽ എവിടെയാണ്? ഇപ്പോൾ F3യുടെ ഹെഡ് F1ൻ്റെ ടൈലിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിനെ നമുക്കത് ക്ലോസ്ഡ് പോളിഗൺ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അവരുടെ വെക്ടർ സമ്മ് സീറോ ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് നെസസറി ടു ആഡ് ദ three vectors in order to obtain a resultant. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? F2 F3 ആഡ് ചെയ്യാം. then നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് നിന്ന് F1 കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് D എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനകത്ത് നോക്കുമ്പോൾ F1 F2 എന്ന് പറയുന്നത് എന്താണ്? ഒരേ പോയിന്റിലാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. ദെൻ F3 എന്ന് പറയുന്നതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പോൾ എന്താണ് ആ ഒരു ബോഡി ഈക്വിലിബ്രിയത്തിലല്ല എന്ന് പറയാം. സോ ഇതിനകത്ത് പറയുന്നുണ്ട് D ഷോസ് എ കേസ് വെൻ എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ആർ സെയിം ആസ് ബിഫോർ ബട്ട് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്ട് അറ്റ് വൺ പോയിന്റ്. സോ അപ്പോൾ ഇതിൽ F3 എന്താണ്? ഒരു പോയിന്റിലല്ല എന്ത് ചെയ്യുന്നത്? ഇൻ്റർസെക്ട് ചെയ്യുന്നത്.
സോ ഈ ഒരു മെമ്പർ എന്താണ് ഇക്വിലിബ്രിയത്തിലല്ല. കൺസിഡർ എ മെമ്പർ ഇൻ ഇക്വിലിബ്രിയം in which force F1 is completely known, F2 is known in direction, F3 is completely unknown. ഇപ്പോൾ ഒരു കേസ് F1 എന്താണ് മാഗ്നിറ്റ്യൂഡ് അറിയാം, ഡയറക്ഷൻ അറിയാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് അറിയുമ്പോൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയണം. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഫോഴ്സ് F1 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എന്താണ് കംപ്ലീറ്റ്ലി നോൺ, അതായത് ഡയറക്ഷൻ അറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയാം. ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, ഒരു ഫോഴ്സിനെ ഒരു വെക്റ്റർ ഡയഗ്രം ആയിട്ട് അല്ലെങ്കിൽ ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇനി എന്താണ് അടുത്തൊരു ഫോഴ്സ്, സെക്കൻഡ് ഫോഴ്സിന് എന്താണ് വി നോ ഇറ്റ് ഇൻ ഡയറക്ഷൻ ഓൺലി. സോ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ അറിയുള്ളൂ, നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഓഫ് കോൺകറൻസി ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, F1 ഫോഴ്സിൽ മീറ്റ് ചെയ്യുന്ന നേരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു ഫോഴ്സിനെ, അതായത് ഡയറക്ഷൻ അറിയുന്ന ഫോഴ്സിന് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു ലൈൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് എന്തൊക്കെ പറയുന്നത് നോക്കാം. ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് F1 ആൻഡ് F2 ആൻഡ് F3 ആർ ABC റെസ്പെക്റ്റീവ്ലി. സോ ഇപ്പോൾ ഇതിൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കൂടി തന്നിട്ടുണ്ട്. ടു സോൾവ് സച്ച് എ പ്രോബ്ലം ഫസ്റ്റ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് കോൺകറൻസി. സോ അപ്പോൾ എന്ത് ചെയ്യുക, F1 അതായത് നോൺ ഫോഴ്സ്, കംപ്ലീറ്റ്ലി നോൺ ഫോഴ്സ് എന്താണ്, അതിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ F2നെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ നമുക്കൊരു ലൈൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുക അതിൻ്റെ ഡയറക്ഷൻ. സോ ഫസ്റ്റ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് കോൺകറൻസി. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് അവരുടെ കോൺകറൻസി പോയിന്റ് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കുക. തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, F1 F2 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ഓഫ് കോൺകറൻസി കിട്ടും. ദെൻ നമുക്ക് എന്താണ് F3യുടെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അറിയാം. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, ദ ലൈൻ ജോയിനിങ് O വിത്ത് C ഗിവ്സ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് തേർഡ്. സോ അപ്പോൾ നമുക്ക് തേർഡ് ഫോഴ്സ് കംപ്ലീറ്റ്ലി അൺനോൺ ആണ്, അതായത് അതിൻ്റെ ഡയറക്ഷൻ അറിയില്ല, മാഗ്നിറ്റ്യൂഡ് അറിയില്ല. എന്താണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും നമ്മളിപ്പോൾ പോയിന്റ് ഓഫ് കോൺകറൻസി തമ്മിലുള്ള ജോയിൻ ചെയ്യുന്ന ലൈനായിരിക്കും എന്ത്, F3യുടെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. To know the magnitude of the forces F2 and F3, take a vector of proper magnitude and direction to represent force F1. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, F1നെ നമ്മൾ സ്കെയിൽ ചെയ്ത് നമുക്ക് തരുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഇപ്പോൾ ഒരു 5 kN ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് 5 cm നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന തരത്തിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു വെക്ടറായിട്ട് സ്കെയിൽ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ എന്ത് ചെയ്യുക, F1നെ നമ്മൾ എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്ത് ഒരു വെക്ടറായിട്ട് അതിനെ എന്ത് ചെയ്യുക, ഒരു റെപ്രസെൻറ്റ് ചെയ്യാം. From its two ends draw lines parallel to line of action of forces F2 and F3. സോ ഇപ്പോൾ അതിൻ്റെ രണ്ട് പോയിന്റ് ടൈലുണ്ടാവും, ഹെഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ് രണ്ട് പോയിന്റിൽ നിന്നും എന്ത് ചെയ്യാം, F2ന് പാരലായിട്ടും അല്ലെങ്കിൽ F2ൻ്റെ ലൈൻ ഓഫ് ആക്ഷന് പാരലായിട്ടും F3യുടെ ലൈൻ ഓഫ് ആക്ഷന് പാരലായിട്ടും എന്ത് ചെയ്യാം, രണ്ട് ലൈൻസ് വരയ്ക്കുക. സോ അപ്പോൾ എന്തായിരിക്കും, അതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 സൈഡഡ് പോളിഗൺ ആണ്, ക്ലോസ്ഡ് പോളിഗൺ ആണ്. ഓക്കെ, ക്ലോസ്ഡ് പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ വെക്ടർ സം 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ അതിൻ്റെ മാർക്ക് ആരോ ഹെഡ് ഓൺ F2 ആൻഡ് F3 സോ ദാറ്റ് F1 F2 F3 ആർ ഇൻ സെയിം ഓർഡർ. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൽ F1 ഈ C നോക്കുക നിങ്ങൾ. അതിൽ F1ൻ്റെ ഹെഡ് വരുന്നത് F3യുടെ ടൈലിലാണ്. ദെൻ F3യുടെ ഹെഡ് വരുന്നത് F2ൻ്റെ ടൈലിലാണ്. F2ൻ്റെ ഹെഡ് വരുന്നത് F1ൻ്റെ ടൈലിലാണ്. സോ ഇപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോഴ്സ് പോളിഗണിനകത്ത്. ഇഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് 2 ഫോഴ്സസ് ആർ പാരലൽ ദെൻ പോയിന്റ് ഓഫ് കോൺകറൻസി ലൈസ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ദെയർഫോർ ദ തേർഡ് ഫോഴ്സ് ഈസ് ഓൾസോ പാരലൽ ടു ഫസ്റ്റ് 2. എന്താണ്, ഇപ്പോൾ രണ്ട് ഫോഴ്സ് പാരലലാണെന്ന് വിചാരിക്കും. ദെൻ അവരുടെ പോയിന്റ് ഓഫ് കോൺകറൻസി എവിടെ ആയിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ദെൻ തേർഡ് ഫോഴ്സ് എന്തായിരിക്കും, ഈ ഫസ്റ്റ് രണ്ട് ഫോഴ്സിനും പാരലലായിരിക്കും വരുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം. അപ്പോൾ 2 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ, ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പിന്നെന്താണ് ഓപ്പോസിറ്റ് ആയിരിക്കണം ഫോഴ്സിൻ്റെ ആക്ഷൻ വരുന്നത്. 3 ഫോഴ്സ് ആണെങ്കിൽ എന്തായിരുന്നു,
പോയിന്റ് ഓഫ് കോൺകറൻസി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ റിസൾട്ടൻ്റ് 0 ആയിരിക്കണം. ഇനി അടുത്തൊരു കേസ് വരുന്നത് a member under action of two forces and an applied torque will be in equilibrium if the forces are equal in magnitude, parallel in direction, opposite in sense. The force from a couple which is equal and opposite to applied torque. സോ ഇപ്പോൾ ഇതിൽ അടുത്തത് എന്താണ്, ഒരു ടു ഫോഴ്സ് മെമ്പറിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫോഴ്സസ് ഈക്വൽ ആയിരിക്കണം. അതായത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ രണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ദെൻ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കണം. ദെൻ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കില്ല. എന്താണ്, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ F1 F2 നോക്കുക നിങ്ങൾ, ഫിഗർ 12.3 നോക്കുക. അതിൽ F1 F2 എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. പിന്നെ അടുത്ത കേസ് വരുന്നത് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആവരുത്, പാരലൽ ആയിരിക്കണം. അടുത്ത കേസ് കണ്ടീഷൻ, ദ ഫോഴ്സസ് ഫ്രം എ കപ്പിൾ വിച്ച് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് ടോർക്ക്. സോ ഇപ്പോൾ ഇതിൽ വരുന്ന കപ്പിൾ, ഓക്കെ, ഈ രണ്ട് ഫോഴ്സിൻ്റെ വരുന്ന കപ്പിൾ എന്തായിരിക്കണം? ഈ ഒരു അപ്ലൈഡ് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. സോ ഇപ്പോൾ ടോർക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ്, ഈ ഒരു ആരോ മാർക്ക് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ഇപ്പോൾ F2 നോക്കുക, F2 കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ F1 എന്താണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ എന്താണ്, അപ്ലൈഡ് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പിൾ ആക്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. എന്തൊക്കെയാണ്? അപ്ലൈഡ് ഫോഴ്സസ് ഈക്വൽ ആവണം, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് പാരലൽ. ദെൻ അടുത്ത എന്താണ്, ദ കപ്പിൾ പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഇൻ അപ്ലൈഡ് ടോർക്ക്. ഇനി പറയുന്നത് എന്താണ്, സോ a member acted upon by two equal forces F1 and F2 and applied a torque T for equilibrium. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കപ്പിൾ എന്താണ്, ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഇത് F1 ക്രോസ് H ആണ് എന്ത് ചെയ്യുന്നത്, F1 ഫോഴ്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പിള്. ദെൻ F2 കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പിള് F2 ക്രോസ് H ആണ്. സോ അപ്പോൾ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള അപ്ലൈഡ് ടോർക്ക് T വരുന്നത്. സോ ഇപ്പോൾ T ഈക്വൽ ടു F1 ക്രോസ് H ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു F2 ക്രോസ് H. സോ ഇപ്പോൾ ഇതാണ് ഇതിനകത്ത് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം. മറ്റടുത്ത് എന്തായിരുന്നു, ഫോഴ്സ് പോളിഗണാണ് നമ്മൾ വരക്കേണ്ടുന്നത്. Where T, F1 and F2 are in the magnitude of T, F1 and F2 respectively. T is clockwise whereas the couple formed F1 and F2 is counter clockwise. ഓക്കെ, ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൽ T, F1 and F2 ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ടോർക്ക് Tയുടെ ഈ F1 ഫോഴ്സിൻ്റെയും F2 ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും, T ക്ലോക്ക് വൈസിലും F1 F2 കാരണമുള്ള കപ്പിൾ എന്തായിരിക്കും, കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും. അടുത്തത് ഈക്വിലിബ്രിയം ഓഫ് ഫോർ ഫോഴ്സ് മെമ്പേഴ്സും. അപ്പോൾ നമുക്ക് മെയിൻലി നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത്, നമ്മളെ ഏറ്റവും ബേസിക് മെക്കാനിസം വരുന്നത് എന്താണ്, 4 ബാർ മെക്കാനിസം ആണ്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ 3 ഫോഴ്സ് മെമ്പർ പറയുമ്പോൾ നമ്മളെന്താണ് അവിടെ ലാമിസ് തിയറി ഉപയോഗിച്ച് നമ്മളെന്താണ് അതിൻ്റെയൊക്കെ സൊല്യൂഷൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. സോ നമുക്കതെന്തല്ല, ഇപ്പോൾ ഒരു 3 ഫോഴ്സ് മെമ്പറിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു അനാലിസിസ് നിർത്താൻ പറ്റില്ല. ഓക്കെ, ഫോഴ്സ് പോളിഗൺ വരച്ചിട്ട് നിർത്താൻ പറ്റില്ല. നമുക്കെന്താണ്, സ്ലൈഡർ ക്രാം മെക്കാനിസം, ദെൻ 4 ബാർ മെക്കാനിസം. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോഴ്സ് അനലൈസ് ചെയ്യാൻ, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് 4 ബാർ മെക്കാനിസം. അപ്പോൾ അതിൽ വരുന്ന ഒരു മെമ്പറിനെ നമ്മളെന്താണ്, അല്ലെങ്കിൽ അതിലൊരു ലിങ്കിനെ നമ്മൾ ഒരു സ്ലൈഡിങ് വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് എന്ത് ചെയ്യുന്നത്, സ്ലൈഡർ ക്രാങ്ക് വരുന്നത്. സോ ഇപ്പോൾ മെയിൻലി നമ്മളെപ്പോഴും വെലോസിറ്റി അനാലിസിസ് ആയാലും ആക്സലറേഷൻ അനാലിസിസ് ആയാലും എന്താണ്, ഈ 4 ബാർ മെക്കാനിസവും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസവും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചെയ്തു വരുന്നത്. സോ ഇപ്പോൾ സെയിം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നതായിരിക്കണം. സോ അപ്പോൾ ഇതിൽ 4 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. ഇൻ മോസ്റ്റ് കേസ് ദ അബോവ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് മെമ്പർ ആർ ഫൗണ്ട് ടു ബി sufficient.
However, in some problem it may be found that number of force on a member is 4 or even more. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് മേലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷന് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഒരു മെമ്പർ എടുക്കുക, അതിനകത്ത് എന്താണ് അതിലധികം ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻ സച്ച് കേസ് ഫസ്റ്റ് ലുക്ക് ഫോർ ദ ഫോഴ്സ് കംപ്ലീറ്റ്ലി നോൺ ആൻഡ് കമ്പൈൻ ദം ഇൻ ടു സിംഗിൾ ഫോഴ്സ് റെപ്രസെൻറ്റിങ് സം ഓഫ് നോൺ ഫോഴ്സ്. സോ എന്താണ് നമ്മളെന്ത് ചെയ്യുക? നോൺ ഫോഴ്സസ് യൂസ് ചെയ്യുക, അവരെ ജോയിൻ ചെയ്തിട്ട് എന്താണ് സിംഗിൾ ഫോഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സം എടുക്കുക, വെക്ടർ സം എടുക്കുക. ദെൻ അപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ രണ്ട് ഫോഴ്സസ് നമുക്കറിയാമെന്ന് വിചാരിക്കുക, കംപ്ലീറ്റ്ലി നോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഫോഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവും. അപ്പോൾ ആ ഒരു രണ്ട് ഫോഴ്സ് എന്തായിരിക്കും? ഒരു ഫോഴ്സായി മാറി കഴിഞ്ഞാൽ ഇപ്പോൾ 4 ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 3 ഫോഴ്സ് ആവും. സോ ഇപ്പോൾ 3 ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം അനലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? മേലെ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ മേലെ കണ്ടു. സോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സോൾവ് ചെയ്തെടുക്കാം. ദെൻ first look for the force completely known and combine them into a single force representing some of the non-force. This may reduce number of forces acting on a body to 2 or 3. സോ ഇപ്പോൾ നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, 2 അല്ലെങ്കിൽ 3 ഫോഴ്സസ് ആയി മാറും. എ ഫോർ സിസ്റ്റം ഈസ് ഓൾസോ സോൾവ് ഇഫ് വൺ ഫോഴ്സ് കംപ്ലീറ്റ്ലി നോൺ അലോ വിത്ത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി അതേഴ്സ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഫോഴ്സ് മെമ്പറിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ ഫോഴ്സ് എന്ത് ചെയ്യാൻ മതി? കംപ്ലീറ്റ്ലി നോൺ, അതായത് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അറിയണം. ദെൻ അതിൻ്റെ കൂടെ എന്താണ്? മറ്റ് ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും കൂടി അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് മെമ്പറിൽ സിംഗിൾ ഫോഴ്സ് എന്താണ് കംപ്ലീറ്റ്ലി നോൺ ആണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം. സോ അപ്പോൾ ഇതിനകത്ത് ഇനി 2 പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഈ പറഞ്ഞ കേസാണ്, അതായത് ഫോഴ്സ് മെമ്പറിൻ്റെ ഒരു കേസാണ്. ദെൻ പിന്നെ വരുന്നതിൽ ഇനി എന്താ? ഫോഴ്സ് കൺവെക്ഷൻ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മെമ്പർ ഐ ഓൺ മെമ്പർ ജെ ഇസ് റെപ്രസെൻറ്റഡ് ഐ ജെ. സോ ഇപ്പോൾ ജെ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷനും ദെൻ ഐ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷനുമാണ്. അപ്പോൾ എഫ് ഐ ജെ എന്നാണ് നമ്മൾ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്രീ ബോഡി ഡയഗ്രാം ഇതൊക്കെ ഓൾറെഡി എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. എഫ് ഫ്രീ ബോഡി ഡയഗ്രാം ഇസ് എ സ്കെച്ച് ഓർ ഡയഗ്രാം ഓഫ് എ പാർട്ട് ഐസൊലേറ്റഡ് ഫ്രം മെക്കാനിസം ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ നേച്ചർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു മെക്കാനിസത്തിനകത്തെ ഒരു ഐസൊലേറ്റഡ് ബോഡിയാണെന്ത്? അപ്പോൾ അതിൻ്റെ സ്കെലിറ്റൽ ഡയഗ്രാം അല്ലെങ്കിൽ സ്കെച്ച് ഓർ ഡയഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? FBD എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മൾ എന്തിനാണ് FBD വരയ്ക്കുന്നത്? ഡിറ്റർമൈൻ നേച്ചർ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഉണ്ട്. സോ ഇപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നേച്ചർ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? FBD വരയ്ക്കുന്നത്. ദെൻ അടുത്തത് ഇപ്പോൾ ഒരു ഫോർലിംഗ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഇറ്റ്സ് മെമ്പർ 2, 3 and 4 ആർ ഷോൺ. വേരിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഈച്ച് മെമ്പർ ആർ ഓൾസോ ഷോൺ ആസ് മെക്കാനിസം ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം ഇൻഡിവിജ്വലി. സോ ഇപ്പം നമുക്കെന്താണ് ഇവിടെ ഒരു ഫോർലിംഗ് മെക്കാനിസം തന്നിട്ടുണ്ട്. ദെൻ അതിനകത്തുള്ള 2, 3, 4 എന്ന് പറയുന്ന മെമ്പേഴ്സിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ അതെന്താണ് ഓരോ മെമ്പറിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ് ദ മെക്കാനിസം ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം ഇൻഡിവിജ്വലി. അപ്പോൾ ഒരു മെക്കാനിസം കംപ്ലീറ്റ്ലി, അതായത് മെക്കാനിസം ആസ് എ ഹോൾ ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഈച്ച് ഓഫ് ദ മെമ്പർ ഷുഡ് ബി ഇക്വിലിബ്രിയം ഇൻഡിവിജ്വലി. സോ ഇപ്പോൾ ഇതാണ് എന്ത്? ഇതിലെ 1 എന്ന് പറയുന്ന ലിങ്ക് ഫിക്സഡ് ലിങ്കാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? അപ്പോൾ അതിനെ നമുക്ക് ഗ്രൗണ്ടാന്ന് പറയാം. ദെൻ 2, 3, 4 ആണ് എന്ത് ചെയ്യുന്നത്? ഇതിലെ മൂവബിൾ ലിങ്ക്സ് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ലിങ്ക് 2 കൺസിഡർ ചെയ്യാം. ഓക്കെ, ബി എന്ന് പറയുന്ന ഈ ഒരു ഫിഗറാണ് നമ്മുടെ 2 എന്ന് പറയുന്ന ലിങ്ക്. സോ ഇപ്പോൾ അതിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഓക്കെ, ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു 2 എന്ന് പറയുന്ന ആ ഒരു മെമ്പറിൽ
കാരണമുള്ള എന്താണ് ഫോഴ്സ്, അതാണ് F12 കൊടുത്തിട്ടുണ്ട്. ദെൻ F32 കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ അതിൽ ടോർക്ക് ഉണ്ട്, അതായത് 2 ഫോഴ്സ് മെമ്പർ വിത്ത് അപ്ലൈഡ് ടോർക്കാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് 3 എന്ന് പറയുന്ന ലിങ്ക്. അപ്പോൾ അതിനകത്ത് എന്താണ് 2 ഫോഴ്സ് മെമ്പറാണ്, F23 ദെൻ F43 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് ഇതിൽ 4 കൊടുത്തിട്ടുള്ളത്. ആ ലിങ്കിനകത്ത് എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് F ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ F34 കാരണമുള്ള ലോഡ്, ദെൻ F14 അല്ലെങ്കിൽ 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലെ. സോ ഇപ്പോൾ ഇതിൽ ഈ റിഡക്ഷനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. മെമ്പർ 4 ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഫോഴ്സസ് F34 F14. സോ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 4 എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിനകത്താണ്, 4th ലിങ്കിനകത്താണ്. മെമ്പർ 3 ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ 2 ഫോഴ്സസ് F23 F43. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഓർഡർ, അതായത് നമ്മൾ ഫോഴ്സ് അനലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പായിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താണ് നമുക്ക് തരുന്നതിന് മെക്കാനിസത്തിനകത്ത് 3 ഫോഴ്സ് മെമ്പർ ഉണ്ടാവാം, 2 ഫോഴ്സ് മെമ്പർ ഉണ്ടാവാം, ദെൻ 2 ഫോഴ്സ് ആൻഡ് അപ്ലൈ ടോർക്കുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം വേണ്ടത് ഒരു ബോഡീനെ. സോ ഇപ്പോൾ ഇതിൽ ലിങ്ക് 4 എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ 1-4 എന്ന് പറയുന്ന ലോഡ്, ദെൻ 3-4 എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ലിങ്ക് കൺസിഡർ ചെയ്താൽ അതിലെന്താണ് F23 F43. സോ അപ്പോൾ അതിൽ 2 ഫോഴ്സ് മെമ്പറാണ് അത് വരുന്നത്. ദെൻ 2 എടുക്കുക, അതായത് ലിങ്ക് 2 എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് F32 F12 എന്ന് പറയുന്ന 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ T എന്ന് പറയുന്ന ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഡയറക്ഷൻ ആൻഡ് സെൻസ് ഓഫ് സം ഓഫ് ഫോഴ്സ് മെ നോട്ട് ബി നോൺ. സോ ഇനീഷ്യലി നമുക്ക് എന്തായിരിക്കും, ചില ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ അറിയുന്നുണ്ടാവില്ല. Assume the force F on 4th member is known completely. To know the other forces acting on this member completely, the direction of one more force must be known. ഇപ്പോൾ എന്താണ് ഈ 4th മെമ്പറിൽ എന്താണ് 3 ഫോഴ്സ് മെമ്പറാണ്. സോ അപ്പോൾ അതിൽ ഒരെണ്ണം എന്താണ് കംപ്ലീറ്റ്ലി നോൺ ആണെന്ന് വിചാരിക്കുക, അതായത് F എന്ന് പറയുന്ന ഫോഴ്സ് കംപ്ലീറ്റ്ലി നോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫോഴ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ അറിയണം, ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ തന്നെ അതിൻ്റെ ഡയറക്ഷൻ അറിയണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അതിൻ്റെ ആക്ഷൻ അറിയണം. സോ ലൈൻ ഓഫ് ആക്ഷൻ അറിയുമെന്ന് പറയാം. ദെൻ ലിങ്ക് 3 ഈസ് ദ 2 ഫോഴ്സ് മെമ്പർ ആൻഡ് ഫോർ ഇറ്റ്സ് ഇക്വിലിബ്രിയം F2 ആൻഡ് F43 മസ്റ്റ് ബി ആക്ട് അലോങ് BC. സോ ഇപ്പോൾ 2 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. പിന്നെ വരുന്നത് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം 2 ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷന് വേണ്ടിയിട്ട്. അടുത്തത് ഫോർ 3-4 ബീയിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു F43 ആൻഡ് ഓൾസോ ആക്ട് അലോങ് BC. അപ്പോൾ F43 F23 എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കും, അതായത് ആക്ട് അലോങ് ദ ലിങ്ക് BC ആയിരിക്കും. ഫോർ ദ മെമ്പർ 4 ടു ബി ഇൻ ഇക്വിലിബ്രിയം F14 പാസ് ത്രൂ intersection of F and F34 by drawing a force triangle. F is completely known. Magnitude of F1 and F14 and F34 can be known. So ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് 2 ഫോഴ്സ് മെമ്പർ ആണ്, അതായത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടുന്നത് ഏത് മെമ്പറാണ്, അപ്പോൾ നോൺ ഫോഴ്സ് ഉള്ളിടത്തുനിന്ന് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഒരു അനാലിസിസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു 4th ലിങ്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിലെന്താണ് ഫോഴ്സ് അറിയാം, കംപ്ലീറ്റ്ലി നോൺ ആണെന്ന് വിചാരിക്കുക. ദെൻ ഇപ്പോൾ നമുക്ക് എന്താണ് BCയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത്, നമുക്ക് 4-3. സോ 4-3 തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ 3-4 എന്ന് പറയുന്ന ഇതിൻ്റെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. സോ ഇപ്പോൾ ഒരു ഫോഴ്സ് F നമുക്ക് കംപ്ലീറ്റ്ലി അറിയാം, അതായത് അപ്ലൈഡ് ഫോഴ്സ് അറിയാം. ദെൻ ലിങ്ക് 3-4
അവിടെയുള്ള ഫോഴ്സ് എന്താണ് 4-3 അല്ലെങ്കിൽ 3-4 എന്ന് പറയും. നമുക്കതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഫോഴ്സിൻ്റെ കൺവെൻഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന്. FIJ എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ഐ മെമ്പർ ആൻഡ് ജെയ്സ് റെപ്രസെൻറ്റ്. അപ്പോൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചെയ്യുന്നത് നമ്മൾ വിളിക്കുമ്പോൾ ലിങ്ക് 4 കാരണം 3 എന്ന് പറയുന്ന ലിങ്കിൽ വരുന്ന ഫോഴ്സിനെ നമ്മൾ F43 എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ലിങ്ക് 3 കാരണം 4ലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ F34 എന്ന് പറയും. സോ ഇപ്പോൾ നമുക്കെന്താണ് എഫ് അറിയാം, F34ൻ്റെ അല്ലെങ്കിൽ F43യുടെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോഴ്സ് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് F14 കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ ഇവർ മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് F14 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ F34 ഈക്വലാണ് F43 ഈക്വലാണ്. ദെൻ 2 ഫോഴ്സ് മെമ്പർ ആയതുകൊണ്ട് F43യും F23 ഈക്വലാണ്. ദെൻ F32 ഈക്വൽ ആയിരിക്കും. Member 2 will be in equilibrium if F12 equal and parallel and opposite and T equal to F12 into H plus F32 into H. So അപ്പോൾ 2 ഫോഴ്സ് മെമ്പർ വിത്ത് അപ്ലൈഡ് ടോർക്ക് ആണെങ്കിൽ എന്തായിരുന്നു, കപ്പിളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഈക്വൽ ആയിരിക്കണം ഇതിന് അപ്ലൈഡ് ടോർക്കിന്. സോ ഇപ്പോൾ ഇതിൽ F12ഉം F32 എന്തായിരിക്കും, പാരലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ F32 ആൻഡ് F12 ആണുള്ള കപ്പിൾ എന്തായിരിക്കും, ടോർക്ക് Tക്ക് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് എന്താണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫോർലിംഗ് മെക്കാനിസത്തിൻ്റെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫോഴ്സ് അനാലിസിസ് നമ്മളിപ്പോൾ കണ്ടത്. സോ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സൂപ്പർ പൊസിഷൻ ഇൻ ലീനിയർ സിസ്റ്റം. ഇഫ് നമ്പർ ഓഫ് ലോഡ് ആക്ട് ഓൺ എ ബോർഡ് or a system of forces, the net effect is equal to superposition of the effect of individual load taken one at a time. A linear system is one in which the output force is directly proportional to input force. In mechanism where Coulomb or dry friction is neglected. സോ ഇപ്പോൾ നമ്മളൊരു എന്താണ് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സിനകത്ത് എന്താണ് നമ്പർ ഓഫ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് ഡിഫറെൻറ്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്ന ഒരു കേസിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെത്തഡ് ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ടോർക്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ദ നെറ്റ് ഇഫക്റ്റ് ഈസ് ഈക്വൽ ടു സൂപ്പർ പൊസിഷൻ ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലോഡ് ടേക്കൺ അറ്റ് എ ടൈം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഒറ്റ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒറ്റ ടോർക്ക് ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സോ എന്ത് ചെയ്യുക, അതിനെ നമ്മളൊരു സബ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് നമ്പർ അപ്പോൾ ഒരു 3 ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 2 ടോർക്കിനെ നെഗ്ലക്റ്റ് ചെയ്യുക. ദെൻ ആ ഒരു സിസ്റ്റത്തിനകത്ത് ആകെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുള്ളതെന്ന് വിചാരിക്കുക. ദെൻ എന്ത് ചെയ്യാം, അത് ആ ഒരു ടോർക്ക് കാരണം ഇപ്പോൾ ടോർക്ക് ഗൗണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കാരണമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. ദെൻ അടുത്തത് ആ ഒരു ടോർക്ക് നെഗ്ലക്റ്റ് ചെയ്യുക, റിമൈനിങ് ഏതെങ്കിലും ഒരു ടോർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ഇപ്പോൾ നമുക്ക് ഫോഴ്സ് അറിയാമല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ടോർക്ക് കണ്ടുപിടിക്കുക. ഇനി അടുത്ത കേസ് എഗെയിൻ ആ ഒരു ടോർക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടോർക്ക് നമ്മൾ ഓൾറെഡി നോൺ ആയിരിക്കും. ദെൻ സെക്കൻഡ് ടോർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി തേർഡ് ടോർക്ക് നോക്കുക, എന്തായിരിക്കും, അത് അൺനോൺ ആയിരിക്കും. ദെൻ ഇപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഓൾറെഡി ഫോഴ്സ് അറിയാമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ടോർക്ക് കണ്ടുപിടിക്കുക. സോ ഇപ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് അവരുടെ സമ്മായിരിക്കും. ഇത്ര വരുന്നുള്ള ഈ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ദെൻ a linear system is one with which the output force is directly proportional to input force, that is in mechanism where Coulomb or dry friction is neglected. സോ ഇപ്പോൾ Coulomb ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡ്രൈ ഫ്രിക്ഷൻ നെഗ്ലക്റ്റ് ആയിട്ടുള്ള ഒരു കേസിനകത്ത് ഒരു ലീനിയർ സിസ്റ്റത്തിൽ എന്താണ് ഇൻപുട്ട്
ഔട്ട്പുട്ട് ഫോഴ്സ് എന്തായിരിക്കും? ഇൻപുട്ട് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും പഠിക്കുക. ദെൻ ഇനി വരുന്നത് ഇനി മെത്തേഡ് ഓഫ് വിർച്വൽ വർക്കാണ് വരുന്നത്. സോ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഫ്രിക്ഷനും കൂടിയേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ആകെ. പിന്നെ ഇതിൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് അതായത് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അനലറ്റിക്കൽ സൊല്യൂഷനാണ് ഇതിനകത്ത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ വരുന്നുണ്ട്. സോ ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്താണെന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഇമാജിനറി വർക്ക് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് എ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമുള്ള, അതായത് ഒരു വിർച്വൽ പറയുമ്പോൾ ഒരു ഇമാജിനറി ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമുള്ള വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഇമാജിനറി ഇൻഫിനിറ്റ്മൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻഫിനിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇമാജിനറി ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ബൈ അപ്ലൈയിങ് ദിസ് പ്രിൻസിപ്പിൾ ആൻഡ് എൻറ്റയർ മെക്കാനിസം ഈസ് എക്സാമിൻഡ് ആസ് എ ഹോൾ ആൻഡ് ദർ ഈസ് നോ നീഡ് ഓഫ് ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു ഫ്രീ ബോഡീസ്. സോ അപ്പോൾ ഇതിൽ നമ്മളെന്താണ് സിസ്റ്റം ആസ് എ ഹോളാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫ്രീ ബോഡി ഡയഗ്രായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ബോഡീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് എന്താണ് ഒരു സ്ലൈഡർ ക്രാം മെക്കാനിസം തന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിലെന്താണ് ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, പിസ്റ്റണിൽ ഒരു എഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ കൺസിഡർ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ external piston force F, the external crankshaft torque T and the force at bearings. So ഇതിൽ ഇപ്പോൾ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, ദെൻ ക്രാങ്ക് ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക്, ദെൻ ബിയറിങ്ങിലെ ഫോഴ്സ്, ഇത്ര എന്ത് ചെയ്യാം ഇപ്പോൾ ഈ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആസ് ദി crank rotates through a small angular displacement delta theta, corresponding displacement of a piston is delta x. The various force acting on the system are. So ഇപ്പോൾ ഇതിൽ എന്താണ് ഇൻപുട്ട് ലിങ്ക് എന്ന് പറയുന്നത് ആരായിരിക്കും? ക്രാങ്ക് ആയിരിക്കും. സോ ഇപ്പോൾ ക്രാങ്ക് എന്താണ്, അതിനൊരു ഇൻഫിനിറ്റ്മൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. സോ അപ്പോൾ അത് ഡെൽറ്റ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു സ്ലൈഡർ ക്രാങ്കിന്? സോ ഇപ്പോൾ സ്ലൈഡർ എന്താണ്, ഇതിനകത്ത് പിസ്റ്റൺ ആണ്. സോ പിസ്റ്റൺ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഫോഴ്സസ് ബിയറിംഗ് റിയാക്ഷൻ അറ്റ് ഓ പെർഫോം നോ വർക്ക്. സോ ഇപ്പോൾ ഓ എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും ഒരു ബിയറിംഗ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് ഫോഴ്സ് ഓൺ സിലിണ്ടർ ഓൺ പിസ്റ്റൺ, ഫോഴ്സ് ഓഫ് സിലിണ്ടർ ഓൺ പിസ്റ്റൺ പെർപെൻഡിക്കുലർ ടു പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് നോ വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇതിൽ ഫോഴ്സ് ഓഫ് സിലിണ്ടർ ഓൺ പിസ്റ്റൺ. സോ ഇപ്പോൾ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ ഡെൽറ്റ എക്സ് എന്താണ് ഈ ഒരു ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സിലിണ്ടർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വരുന്നത്. ദെൻ ബിയറിംഗ് ഫോഴ്സ് അറ്റ് എ ആൻഡ് ബി ബീയിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. എ ബി is 2 force member, no work is done. Then ഇപ്പോൾ ഈ ഒരു തേർഡ് ലിങ്ക് എ ബി എന്ന് പറയുന്ന ലിങ്കിനകത്ത് പോയിൻ്റ് എയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ദെൻ പോയിൻ്റ് ബിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ എന്തായിരിക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, 2 ഫോഴ്സ് മെമ്പറാണ്. ഓക്കെ, ദെൻ അവിടെ എന്താണ് വർക്ക് ഡൺ ഇല്ല. ദെൻ അടുത്തത് വർക്ക് ഡൺ ബൈ ടോർക്ക് ടി വരുന്ന ടി ഡെൽറ്റ തീറ്റ ആൻഡ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എഫ് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. സോ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് ദ ഫോഴ്സ് ആക്ടിങ് ഇൻ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് ഇഫ് ഇറ്റ് ആക്ട്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും വർക്ക് ഡൺ. ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും.
അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. സോ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ടി ഡെൽറ്റ തീറ്റ പ്ലസ് എഫ് ഡെൽറ്റ എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് ഇതിനകത്ത് ബിയറിങ്ങിൽ എന്താണ് അവിടെ നോ വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ സിലിണ്ടർ എന്താണ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, അവിടെയും വർക്കില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തത് ബിയറിംഗ് ഫോഴ്സ് അറ്റ് എ ആൻഡ് ബി, അതായത് 2 ഫോഴ്സ് മെമ്പറിൽ എന്താണ് അവിടെയും വർക്ക് ഡൺ ഇല്ല. സോ അപ്പോഴത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് പ്രകാരം 0 ആണ്. സോ നമുക്ക് എന്തെടുക്കാം, ടി ഇപ്പോൾ അതിൽ നമ്മളൊരു ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടി ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് എഫ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0 എന്നാണ്. ദെൻ അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ആംഗുലാർ വെലോസിറ്റി ആണ്, അതായത് ഡി തീറ്റ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ അപ്പോൾ അത് അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. ദെൻ ഡി എക്സ് ബൈ ഡി ടി എന്താണ് ലീനിയർ ഡി എക്സ് എന്ന് പറയുമ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ അപ്പോൾ അതെന്തായിരിക്കും ലീനിയർ വെലോസിറ്റി ആയിട്ട് എടുക്കുക. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് എഫ് പി ബൈ ഒമേഗ എന്ന് എഴുതാം. സോ the negative sign indicate that for equilibrium T must be applied in opposite direction to angular displacement. So ഇപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയേ വരുന്നുള്ളൂ ഇതിനകത്ത്. ദെൻ ഫ്രിക്ഷൻ ഇൻ മെക്കാനിസം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. when two members or mechanism are relative to each other, friction occur at joints. The presence of friction increase energy requirement of a machine. The friction had to be taken into account by drawing friction circle and at a sliding pair by considering angle of frictions. So ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ കണ്ടാൽ അവർക്കും നന്ദി.